നമസ്കാരം. ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഗ്യാസ് സെൻസിംഗ് റെസ്ക്യൂ ഏജന്റ്. അതെ, പേരിലുള്ളത് പോലെ തന്നെ ഇത് ഗ്യാസ് സെൻസ് ചെയ്തതിനു ശേഷം റെസ്ക്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇത് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഗ്യാസ് സെൻസർ, ബ്രെഡ് ബോർഡ്, DC മോട്ടോർ, സെർവോ മോട്ടോർ, സോളാർ പാനൽ, ബസ് എന്നിവ കൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു ദിവസം ഒരു സ്ഫോടനം പോലും നടക്കാത്ത ഒരു ദിവസം ഇന്നത്തെ കാലത്തില്ല. അവിടെയാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇനി ഇതൊരു പ്രവർത്തിച്ച് കാണിക്കാം. നമ്മളിവിടെ MQ2 എന്ന ഗ്യാസ് സെൻസറിലേക്ക് ഗ്യാസ് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ഗ്യാസിന്റെ ഇത് പോണത് വരെ ഇതിങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പൊ അത് പോയി കഴിഞ്ഞു. ഇവിടെ ജനൽ ഓപ്പൺ ആയി കഴിഞ്ഞു. ഫാൻ വഴി ഗ്യാസ് വെളിയിലേക്ക് പോയി കഴിഞ്ഞു. ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ബസർ ഓൺ ആക്കുന്നത്. അതിനുശേഷം അപ്പോൾ ഇത് അറിഞ്ഞ് ഒരു വ്യക്തി വന്നതിന് ശേഷം ഗ്യാസ് ലെവലിൽ ഇപ്പോൾ ഓൺ ആണ്. നമുക്കിത് ഓഫ് ആക്കാനായി ഓക്കെ, ഇത് ഓഫായിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള സ്ഫോടനം എല്ലാം നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തനവും ഇങ്ങനെയാണ്. ഇതാണ് ആർഡിനോ യൂനോ ബോർഡ്. ഇതിലേക്ക് കണക്ഷൻ നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ്. ഇത് ബ്രെഡ് ബോർഡിലേക്ക് നമ്മളിവിടെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊരു ഭാഗത്തു നിന്നും ഏതൊരു ഗ്യാസ് ലീക്ക് ആയിരുന്ന ഇത് സിഗ്നൽ കിട്ടിയാലും അപ്പോഴേ ഇതിലേക്ക് സിഗ്നൽ വന്ന്, അതായത് നമ്മൾ ആദ്യമേ ഇതിലേക്ക് കോഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഈ ഗ്യാസ് സെൻസർ ഈ യൂനോ ബോർഡിലേക്ക് നിർദ്ദേശം കൊടുക്കും. അതിനുശേഷം ഈ ബസറിനും ഫാനും മനസ്സിലാകുന്ന രീതിയിൽ യൂനോ ബോർഡ് അവർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവ പ്രവർത്തിക്കുന്നു. അതുമൂലം എയർ വെളിയിലേക്ക് പോവുകയും ജനൽ തുറക്കുന്നതിലൂടെ അത് കൂടുതൽ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ പ്രവർത്തനം മെയിൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ വൈദ്യുതി ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മളിവിടെ സോളാറാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇതിനെക്കാട്ടി ഹൈ ടെക്നോളജി ആയിട്ടുള്ള സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ ഫോൺ കോൾ വരുന്നത്, അങ്ങനെ ഒരുപാട് സിസ്റ്റം ഉണ്ട്. പക്ഷേ അതൊന്നും സാധാരണക്കാരനെ കൂടെ താങ്ങാൻ നോക്കുന്നതായിരിക്കത്തില്ല. അവിടെയാണ് ഞങ്ങളിത് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇത് വളരെ ചിലവ് കുറഞ്ഞതും സോളാർ വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുമൂലം തന്നെ സാധാരണ കൊണ്ട് വാങ്ങാനും അല്ലെങ്കിൽ നിർമ്മിക്കാനും സിമ്പിളായിട്ട് വെക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്കിത് ഉപയോഗമായി വരുന്നത് പ്രാർത്ഥനാലയങ്ങൾ, വീടുകൾ, ഹോട്ടലുകൾ, അതുപോലെ സ്കൂളുകൾ, അതായത് നമ്മുടെ ഏതൊരു സ്ഥലത്തായാലും ഗ്യാസ് ഉള്ളത് എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇടയ്ക്കുണ്ടായ കിളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അമ്പലത്തിൽ ഒരു കോറ്റി പാചകശാലയിലേക്ക് കയറപ്പോൾ അവിടുത്തെ ഗ്യാസ് ലീക്കായി ഒരു ഭയങ്കര സ്ഫോടനം ഉണ്ടായി. തിരുമേനി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഉണ്ടായത്. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു അപ്പോഴത്തേക്ക് ഫ്ലാറ്റിൽ ഏതോ സ്ത്രീ ഗ്യാസ് ഓണാക്കിയിട്ട് അവർ പോയിരുന്നു. അപ്പോൾ അയൽപക്കത്തുനിന്ന് ഒരാൾ ഈ സ്മെല്ല് തിരിച്ചറിഞ്ഞ് വന്ന് അയാൾ ലൈറ്റ് ഇട്ട കുഞ്ഞ് സ്പാർക്കിൽ തന്നെ ഒരു ഭയങ്കര സ്ഫോടനം ഉണ്ടായി. ഒരു ഫ്ലാറ്റ് തന്നെ മൊത്തം കത്തി നശിച്ച സംഭവം ഉണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുക ഈ സിസ്റ്റത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഭാവിയിൽ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടാതെ എന്ന് ആശംസിച്ച് നന്ദി, നമസ്കാരം.